നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIM-ന്റെ ഭരണം കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. 2016 ആരംഭിച്ച ഈ ഒരു യാത്ര അത് 10 വർഷത്തിന് ശേഷം 2026 ഇവിടെ അവസാനിക്കുകയാണ്. 10 വർഷത്തെ പിണറായി ഭരണം അത് ഇനി വേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ പിടിച്ചുകയറി UDF അവർ പ്രഖ്യാപിച്ചിരുന്ന പോലെ തന്നെ അവരുടെ സീറ്റുകളുടെ എണ്ണം 100 കടത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വന്ന ഫലം CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം CPIM-ന് ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനമായിരുന്നു കേരളം. ഇന്നിപ്പോൾ അതും കൂടി അവർക്ക് നഷ്ടമാവുകയാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ച ബംഗാളും പതിറ്റാണ്ടുകൾ അതുപോലെ തന്നെ ഭരിച്ച ത്രിപുരയുമെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. അപ്പോഴും സഖാക്കൾ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്നത് കേരളത്തിലെ ഭരണത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളവും അവരുടെ കയ്യിൽ നിന്നും പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഭരണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം CPIM-ന് വലിയ ഒരു തിരിച്ചടിയായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാലും ഈ സാഹചര്യത്തിലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായി എന്നതിനേക്കാൾ ഉപരിയായി CPM ഏറ്റവും അധികം ദുഃഖിക്കുന്നത് അവരുടെ ചില പാർട്ടി കോട്ടകൾ തകർന്നതിലാണ്. ഈ പാർട്ടി കോട്ടകൾ തകർത്തത് അവരുടെ തന്നെ വിമതന്മാരാണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനെയും നേതാക്കന്മാരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിച്ച ചില സ്ഥാനാർത്ഥികൾ ഇനിയിപ്പോൾ ഭരണം പോയാലും ഇവിടെ മറ്റു സീറ്റുകളൊന്നും കിട്ടിയില്ലെങ്കിലും അമ്പലപ്പുഴയും അതുപോലെ തന്നെ പയ്യന്നൂരും തളിപ്പറമ്പും പിടിച്ചെടുത്തിരിക്കണം എന്നാണ് CPM അണികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ ആ സ്വപ്നം പൊലിഞ്ഞിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഈ 3 സീറ്റിൽ ഏതെങ്കിലും 1 or 2 അല്ല, 3 സീറ്റും CPIM-ന് നഷ്ടമായിരിക്കുകയാണ്. അതും പാർട്ടിയുടെ കോട്ടകളാണ്. അമ്പലപ്പുഴ പാർട്ടിയുടെ എക്കാലത്തെയും മികച്ച ഒരു കോട്ടയാണ്. പാർട്ടിയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന, സംസ്ഥാന തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന, പാർട്ടിയുടെ മുൻ മന്ത്രിയായിരുന്ന G. സുധാകരൻ പാർട്ടിയോട് പിണങ്ങി അവിടെ സ്വന്തം നിലയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് G. സുധാകരനെ പിണറായി അടക്കമുള്ള CPIM-ന്റെ ഔദ്യോഗിക പക്ഷം വിളിച്ചത് വർഗവഞ്ചകൻ എന്നായിരുന്നു. താൻ പാർട്ടിയുടെ അംഗത്വം പുതുക്കുന്നില്ലെന്നും പാർട്ടിയുടെ എല്ലാ ബന്ധവും പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നു എന്നുമൊക്കെ പ്രഖ്യാപിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നും പ്രഖ്യാപിച്ചപ്പോൾ ഹാലിളകിയ CPIM-ന്റെ ഔദ്യോഗിക നേതൃത്വം ഈ പറയുന്ന G. സുധാകരൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി വർഗവഞ്ചകൻ എന്നെഴുതിയ ബാനർ കെട്ടിത്തൂക്കുകയായിരുന്നു. CPIM-ലെ കൊള്ളരുതായ്മകൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് V. കുഞ്ഞികൃഷ്ണൻ. V. കുഞ്ഞികൃഷ്ണൻ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവായിരുന്നു. പയ്യന്നൂർ പോലെയുള്ള സ്ഥലത്ത് പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പാർട്ടിയുടെ ഒരു കാലത്തെ ശക്തി ആയിരുന്നു V. കുഞ്ഞികൃഷ്ണൻ. എന്നാൽ ആ V. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നടത്തിയ പോരാട്ടം വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹം പുറത്തേക്കിറങ്ങി പാർട്ടിയുടെ കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞു. പാർട്ടി എപ്പോഴും അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ആ രക്തസാക്ഷികൾക്ക് വേണ്ടി, ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പിരിച്ച തുകയിൽ നിന്ന് പോലും അഭിനവ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്നു എന്ന കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് V. കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം പാർട്ടി അല്ലെങ്കിൽ നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിനെതിരെ പരമാവധി പോരാടിയ ഒരു പാർട്ടിയാണ് CPM. V. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർ മണിക്കൂറുകളോളം വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വലിയ രീതിയിൽ CPIM-ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു നേതാവ് V. കുഞ്ഞികൃഷ്ണനാണ്. അതിനുമപ്പുറം M.V. ഗോവിന്ദനെ വെല്ലുവിളിച്ചുകൊണ്ട് T.K. ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കാൻ ഇറങ്ങി. അതായത് M.V. ഗോവിന്ദൻ
ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് നൽകുന്നു. എം വി ഗോവിന്ദൻ മത്സര രംഗത്തു നിന്ന് പിന്മാറുമ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് എന്തിനാണ് സീറ്റ് നൽകുന്നത് എന്ന ചോദ്യമാണ് ടി.കെ. ഗോവിന്ദൻ ഉന്നയിച്ചത്. അതായത് പാർട്ടിയിൽ ധാരാളം സഖാക്കളുണ്ട്, ഇവിടെ കുടുംബാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലതല്ല, എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ സീറ്റ് കൊടുക്കുന്നത്, എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് എന്നതിലുപരി അവർ ഒരു പാർട്ടി പ്രവർത്തകയാണ് എന്നൊക്കെ CPIM പ്രതിരോധിച്ചു നോക്കി. പക്ഷേ അതും ഫലം കണ്ടില്ല. ഈ പറയുന്ന 3 നേതാക്കന്മാരും തിളക്കമാർന്ന വിജയമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയത്. ജി സുധാകരൻ വിജയിക്കുന്നു അമ്പലപ്പുഴ നിന്നും, വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്നും വിജയിക്കുന്നു, തളിപ്പറമ്പ് നിന്നും എം വി ഗോവിന്ദൻ്റെ ഭാര്യയെ അട്ടിമറിച്ചുകൊണ്ട് ഇതാ ടി.കെ. ഗോവിന്ദനും വിജയിക്കുന്നു. ഇത് CPIMന് ഏറ്റ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ 3 മണ്ഡലങ്ങളിലും എങ്ങനെ പരാജയപ്പെട്ടും എന്നായിരിക്കും പാർട്ടി ആദ്യം പരിശോധിക്കുക. മാത്രമല്ല ഇതിൽ ചില മണ്ഡലങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തനിക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയ മനുഷ്യനാണ് വി കുഞ്ഞികൃഷ്ണൻ. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെ അപായപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. തോൽവി അംഗീകരിക്കാൻ കഴിയാതെ കണ്ണൂരിലെ മണ്ഡലങ്ങളാണ് പയ്യന്നൂരും തളിപ്പറമ്പുമെല്ലാം, അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ 6ാം റൗണ്ട് വരെ മുഖ്യമന്ത്രി പിന്നിട്ട് നിന്നിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ സഖാക്കൾ നേതൃത്വത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യം വ്യക്തമാണ്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് അവരുടെ പിന്തുണ ഈ വിമതന്മാരായ സ്ഥാനാർത്ഥികൾക്ക് പോയി. അവിടെയെല്ലാം ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വിമതന്മാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും പാർട്ടി അത് കൂലങ്കഷമായി തന്നെ പരിശോധിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. വിമതന്മാർ ഈ മണ്ഡലങ്ങളിൽ വിജയിച്ചത് വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നാണക്കേടിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് CPIM ചെന്ന് വീഴുകയുമാണ്.